ഒരു സ്ഥലത്ത് സോയിൽ പൈപ്പിംഗ് ഉണ്ടോ, അതല്ലെങ്കിൽ മറ്റുള്ളതായിരിക്കുന്ന ട്രിഗർ ഫാക്ടേഴ്സ് ഉണ്ടോ, മണ്ണ് ഏത് രീതിയിൽ എടുക്കണം, അതിന്റെ ക്രമീകരണം എങ്ങനെ പോകണം, ഇതിന്റെ നിർമ്മാണ കമ്പനിക്ക് കൃത്യമായിട്ടുള്ള ധാരണയും കൃത്യമായിട്ടുള്ള സമീപനവും ഉണ്ടാവണം. അതിനൊരു ഗൈഡ് ലൈൻ ഉണ്ട്, അതിന്റെ സമീപനം ഉണ്ടാവണം. ഇത് സംഭവിച്ചതായിരിക്കുന്ന ഉടനെ ഞങ്ങളെല്ലാം പെർഫെക്റ്റ് ആണ് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാനുള്ളതായിരിക്കുന്ന നടപടിയൊന്നും ആരുടെ ഭാഗത്തുനിന്നും വേണ്ട. ഇപ്പോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പിന്നെ ആളുകളെ കണ്ടെത്താനുള്ള ഊർജ്ജം. സിദ്ദിഖ്, ഇത് പറയാൻ നിനക്ക് എന്ത് യോഗ്യതയാണുള്ളത്? ഞാൻ അങ്ങനെ തന്നെ ചോദിക്കും. എൻ്റെ പൊന്ന് സിദ്ദിഖ് സാറേ, നിനക്ക് എന്ത് യോഗ്യതയാണ് ഇത് പറയാനായിട്ടുള്ളത്? വയനാട് ചൂരൽമലയിൽ ദുരന്തമുണ്ടായി, ആ ദുരന്തം വിതച്ച ആ പാവപ്പെട്ട ആളുകൾക്ക് വീട് വെച്ച് നൽകാമെന്ന് പറഞ്ഞിട്ട് വീട് പോയിട്ട് ഒരു കുന്തവും പണിഞ്ഞു നൽകാത്ത നീയാണോ വന്നിട്ട് ഇടതുപക്ഷ സർക്കാരിനെ കുറ്റം പറയാൻ വരുന്നത്? എന്ത് യോഗ്യതയാണടാ ഉള്ളത്? വല്ല പണിയെടുത്ത് ജീവിച്ചൂടെ? ഈ രാഷ്ട്രീയം നിനക്കൊന്നും പറ്റിയ പണിയല്ല. പറയുന്നവൻ അപ്പപ്പോൾ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന നിന്റെ ഈ സ്വഭാവം രാഷ്ട്രീയത്തിന് പറ്റിയതല്ല സിദ്ദിഖേ. നിങ്ങൾ പറയുന്നത് അവിടെ കൃത്യമായിട്ടുള്ള പഠനം നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ, ശാസ്ത്രീയമായിട്ടാണോ ഇത് നടന്നിരിക്കുന്നത്, അല്ലെങ്കിൽ അശാസ്ത്രീയമായിട്ടാണോ ഇത് നടന്നിരിക്കുന്നത് എന്നതിനെ പറ്റിയൊക്കെ നമുക്കിനിയും പഠിക്കാനുണ്ട്. ഇതൊക്കെ അശാസ്ത്രീയമായിട്ട് പിണറായി വിജയൻ ഉണ്ടാക്കി എന്നാണ് ടി സിദ്ദിഖ് അടക്കമുള്ള സതീശനാദികൾ മെഴുകിക്കൊണ്ടിരിക്കുന്നത്. ഈ പൂക്കിത്തരം കാണാൻ വേണ്ടിയിട്ടല്ല സിദ്ദിഖ് സാറെ നിങ്ങളെ ഞങ്ങൾ ജയിപ്പിച്ചു വിട്ടിരിക്കുന്നത്. നിങ്ങളുടെ ഈ പൂക്കിത്തരമൊക്കെ നിങ്ങളുടെ കയ്യിൽ വെച്ചാൽ മതി. അവിടെ പിണറായി വിജയൻ അശാസ്ത്രീയമായിട്ടാണ് ഈ പണികൾക്ക് അനുമതി നൽകിയതെങ്കിൽ, ശാസ്ത്രീയ വശങ്ങൾ ഒന്നും നോക്കാതെ ഒരു പഠനവും നടത്താതെയാണ് ഈ പണി നടത്തിക്കൊണ്ട് വന്നതെങ്കിൽ, നിങ്ങളെല്ലാവരും ഇപ്പോൾ ക്യാപ്സ്യൂൾ പരുവത്തിൽ ഓരോന്ന് വിഴുങ്ങിക്കൊണ്ട് മെഴുകുന്ന അങ്ങനെയാണല്ലോ. അപ്പോൾ പിണറായി വിജയൻ ഒരു പഠനവും നടത്താതെ വെറുതെ ഒരു പണി അങ്ങ് തുടങ്ങി, ആ പണിയിൽ കൂടി ജനങ്ങൾ ഇപ്പോൾ ദുരിതം അനുഭവിക്കുന്നു എന്നാണല്ലോ നിങ്ങൾ മെഴുകുന്നത്. അങ്ങനെയെങ്കിൽ 2 മാസമായല്ലോ നിങ്ങൾ അധികാരത്തിൽ വന്നിട്ട്. നിങ്ങൾ ആദ്യം അശാസ്ത്രീയമായിട്ട് പിണറായി വിജയൻ ചെയ്തു വെച്ചുവെന്ന് ഇന്ന് നിങ്ങൾ പറയുന്ന ഈ ഒരു പദ്ധതി നിർത്തലാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറുവിരലെങ്കിലും അനക്കിയിട്ടുണ്ടായിരുന്നോ? ഒരു ചെറുവിരൽ എന്ത് പറ്റി? അതിനുള്ള ഉറപ്പൊന്നും ഇല്ലായിരുന്നോ? ഒരു ചെറുവിരൽ അനക്കിയിരുന്നെങ്കിൽ ഇന്ന് ഈ കാണുന്ന ദുരന്തം ഉണ്ടാകുമായിരുന്നോ? ഇത്രയും ദുരന്തമുണ്ടായി 4-5 പേരുടെ മരണവും അവിടെ നടന്നിട്ട് ഇപ്പോഴും ആളുകൾ മിസ്സായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾ വന്നിട്ട് പറയുകയാണ് അശാസ്ത്രീയമായിട്ടുള്ള പണികളാണ് അവിടെ നടന്നതെന്നുള്ളത്. സ്വന്തം കുറ്റം മറ്റാരുടെയെങ്കിലും മേലേക്ക് അടിച്ചേൽപ്പിച്ചുകൊണ്ട് പഴിചാരാനായിട്ട് നടക്കുന്ന ഈ തോന്നിവാസമുണ്ടല്ലോ, ഇതിനെ രാഷ്ട്രീയം എന്നല്ല വിളിക്കുന്നത്. ഇതിന് നല്ല പച്ച മലയാളത്തിൽ വേറെ പേരുകൾ വിളിക്കും. ഞാനത് വിളിക്കുന്നില്ല, കാരണം അങ്ങനെ വിളിച്ചാൽ ശരിയാവില്ല. നിങ്ങൾ ഓരോ തോന്നിവാസങ്ങൾ കാണിച്ചു വെക്കും, എന്നിട്ട് അതെല്ലാം ഇടതുപക്ഷം ഇരുന്ന സമയത്ത് ഉണ്ടാക്കിയതാണ്, ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുണ്ടായ അനാസ്ഥയാണ്, ഇടതുപക്ഷമാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് നിങ്ങളിങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കും. അത് കണ്ടുകൊണ്ട് മെഴുകാനായിട്ട് കുറച്ച് കമ്മികളും അത് കണ്ട് മെഴുകാനായിട്ട് കുറച്ച് കമ്മികളും കൊങ്ങികളും സംഘികളും സുഡാപ്പികളും ജിഹാദികളും എല്ലാം ഒരു സൈഡിലും. ഇതിനെയൊക്കെ ഈ പെണ്ണുങ്ങളിലും ഉണ്ട് കേട്ടോ കൊങ്ങിണികൾ. ഈ കൊങ്ങിണികളും കിടന്ന് മെഴുകാറുണ്ട്. മുഖമില്ലാത്ത കുറേ അക്കൗണ്ടുകളിൽ നിന്ന് വന്നിട്ട് തോന്നിവാസങ്ങൾ വിളിച്ച് പറയുന്ന കുറച്ച് ഫ്ലവർ മക്കളുണ്ട്. എന്തായാലും അതങ്ങനെ നിൽക്കട്ടെ. അപ്പോൾ ഇങ്ങനെ പിണറായി വിജയനാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത്, ഞങ്ങളല്ല എന്ന് പറയുന്ന രീതിയിലേക്ക് സിദ്ദിഖിൻ്റെയും വായിൽ നിന്ന് കാര്യങ്ങൾ വീണു തുടങ്ങി. ഇന്നലെ ഇതേ സമയത്ത് സിദ്ദിഖ് എന്താണ് പറഞ്ഞത്? ഞങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളിൽ ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നതിൽ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായി, നേരത്തെ മുന്നറിയിപ്പ് കൊടുക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിച്ചില്ല എന്ന് തുറന്നു പറഞ്ഞ സിദ്ദിഖാണ് ഇന്ന് വന്നിട്ട് മാധ്യമങ്ങളുടെ മുന്നിൽ നിന്നിട്ട് പറയുന്നത് ഞങ്ങളെല്ലാം പെർഫെക്റ്റ് ആണ്, നിങ്ങളുടെ ഭാഗത്താണ് തെറ്റെന്ന് നിങ്ങളാരും പറയാൻ പാടില്ല എന്ന് ഇടതുപക്ഷത്തിനെ ശകാരിക്കുന്നത്. ഇടതുപക്ഷത്തിൽ ആരാണ് പറഞ്ഞത് നിങ്ങളുടെ ഭാഗത്താണ് തെറ്റെന്നുള്ളത്? ഇടതുപക്ഷത്തിന്റെ ആ ഒരു മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ സഖാവ്, ഇന്നത്തെ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന പിണറായി വിജയൻ സഖാവ് എന്താണ് പറഞ്ഞത്? വയനാടുണ്ടായ ആ ദുരന്തത്തിൽ സർക്കാർ പ്രവർത്തനങ്ങളിൽ പൂർണ്ണ പിന്തുണ, നിങ്ങൾ എന്ത് തീരുമാനിക്കുന്നു അതിനോടൊപ്പം തന്നെ പ്രതിപക്ഷം ഉണ്ടാകുമെന്നാണ് പിണറായി വിജയൻ സഖാവ് പറഞ്ഞത്. ഈ വിവരമുള്ളവനും വിവരമില്ലാത്തവനും തമ്മിലുള്ള ഒരു വ്യത്യാസം പിണറായി വിജയന്റെ ആ വാക്കുകളിൽ നമുക്ക് പ്രകടമായിരുന്നു. നിങ്ങളിങ്ങനെ 40 വട്ടം പിണറായി വിരുദ്ധത തുപ്പിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ പാവപ്പെട്ട ജനങ്ങളുടെ ജീവന് നിങ്ങളൊരു വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ ആദ്യമേ നിങ്ങളവിടെ റെഡ് അലേർട്ട് പ്രഖ്യാപിക്കണമായിരുന്നു. നിങ്ങളിപ്പോൾ വന്നിട്ട് ഘോര പ്രസംഗം നടത്തുന്നുണ്ടല്ലോ, വയനാട്ടിലെ മണ്ണ് ഇതിനു വേണ്ടി തുരങ്കം പണിയാൻ പറ്റിയതല്ല, മണ്ണിന് ബലക്ഷയമുള്ള മണ്ണാണ്, ആ മണ്ണ് അത്ര ബലമുള്ളതല്ല എന്നൊക്കെ. ഇതെല്ലാം അറിയാമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഈ പദ്ധതി വേണ്ട എന്ന് വെച്ചില്ല? എന്തുകൊണ്ട് ഈ പദ്ധതിക്കെതിരെ ശബ്ദമുയർത്തിയില്ല? എന്തുകൊണ്ട് ഭരണത്തിൽ വന്ന സമയത്ത് ഇതിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കിയില്ല? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാൻ സാധിക്കുന്ന അടിമകളുണ്ടെങ്കിൽ ഈ ചോദ്യത്തിന് ഒരു ഉത്തരം നിങ്ങൾ തരണം. അല്ലാതെ എല്ലാം പിണറായി വിജയൻ ഉണ്ടാക്കിയതാണ്, പിണറായി വിജയന്റെ മോൻ ഉണ്ടാക്കിയതാണ്, മരുമകൻ ഉണ്ടാക്കിയതാണ്, മോൾ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞുകൊണ്ട് മെഴുകാൻ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ പൊന്ന അടിമക്കൊങ്ങി ഇതൊക്കെ നിൻ്റെയൊക്കെ വീട്ടിൽ പോയി പറയും. കാരണം വസ്തുതകൾ നിരത്തി നമ്മൾ സംസാരിക്കുമ്പോൾ ആ വസ്തുതയ്ക്ക് നിരക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ പറയണം.
അല്ലാതെ വസ്തുതയ്ക്ക് നിരക്കാത്ത കുറേ കള്ളങ്ങൾ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ വി.ഡി. സതീശൻ ചെയ്യുന്ന എല്ലാ തോന്നിവാസങ്ങളും അങ്ങ് നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നടക്കുമായിരിക്കും. എൻ്റെ ഈ വീഡിയോ കാണുന്ന ഈ ചാനലിലുള്ള എൻ്റെ ഈ സബ്സ്ക്രൈബേഴ്സ് ആരും അങ്ങനെ വിചാരിക്കുന്നുണ്ടാവില്ല. കാരണം ഇത് വി.ഡി. സതീശന്റെ കഴിവുകേട് തന്നെയാണെന്നും ഇടതുപക്ഷം മാറി വലതുപക്ഷം അധികാരത്തിൽ വന്ന അധികാരവർഗ്ഗങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള കഴിവുകേട് തന്നെയാണെന്ന് ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ ഈ സംഭവങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള സംഭവ വികാസങ്ങളെ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുള്ളതാണ്. ഇതൊന്നുമല്ല സത്യം, ഞങ്ങൾ പറയുന്നതാണ് സത്യമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ മെഴുകാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നിന്റെയൊക്കെ കപട മുഖം ഈ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ വലിച്ചു കീറി ഞങ്ങൾ തുറന്ന് കാണിച്ചിരിക്കും. അങ്ങനെ അങ്ങ് വെറുതെ ഉടായി പഠിച്ചിട്ട് പോകാൻ പറ്റില്ലല്ലോ സിദ്ദിഖ് സാറേ. നിങ്ങൾ ഇടതുപക്ഷത്തിന് എന്താണ്, നിങ്ങൾക്ക് എന്ത് യോഗ്യത? എൻ്റെ ചോദ്യം അതാണ്. എന്ത് യോഗ്യതയാണ് പിണറായി വിജയൻ മുന്നിലേക്ക് നയിക്കുന്ന, അല്ലെ പിണറായി വിജയനെ നയിക്കുന്ന ആ പാർട്ടിയെ പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത്? 178 വീടുകൾ നിർമ്മിച്ച് നൽകുമെന്ന് പറഞ്ഞെടുത്ത് 178 വീടുകളും നിർമ്മിച്ച് നൽകി താക്കോൽ ദാനവും നടത്തി ഉദ്ഘാടനവും ഒക്കെ കഴിഞ്ഞിട്ടാണ് അവർ ഇറങ്ങിപ്പോയിരിക്കുന്നത്. നിങ്ങൾ എന്താ ചെയ്തത്? ഒരു വീടെങ്കിലും നിന്നെ കൊണ്ടെങ്കിലും വെക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഒരു വീട് പോലും വെക്കാൻ സാധിക്കാതെ കൊങ്ങികൾക്ക് വേണ്ടിയിട്ട് അഹോരാത്രം വന്ന് കമന്റ് ബോക്സിൽ മെഴുകുന്ന ന്യായീകരണ തൊഴിലാളികൾ പറയുന്നത് പിണറായി വിജയൻ പിരിച്ച 7000 കോടി എവിടെ, 700 കോടി എവിടെ, 178 വീടുകൾ എവിടെയെന്നാണ്. എടാ, നിന്റെ ഒന്നും കണ്ണിൽ കാണില്ലടാ വീടുകൾ. നിന്നോടൊക്കെ എത്ര പറഞ്ഞാലും നിനക്കൊന്നും മനസ്സിലാവത്തില്ല. കാരണം ഈ കൊങ്ങികൾ എന്ത് തീട്ടം തന്നാലും തിന്നാൻ വേണ്ടി ഇരിക്കുന്ന അടിമകളാണ് നീയൊക്കെ. അങ്ങനെയുള്ള നീയൊക്കെ അതല്ലേ തിന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് നിന്നിൽ നിന്നൊന്നും പ്രതീക്ഷിക്കണ്ട. നമുക്ക് എന്തായാലും സിദ്ദിഖിന്റെ മെഴിയിൽ ബാക്കിയൊന്ന് കേട്ടു നോക്കാം. പരിശോധിക്കപ്പെടട്ടെ. ഇപ്പോ ഇന്നലെ പറഞ്ഞ ഇങ്ങനെ അല്ലല്ലോ സിദ്ദിഖേ. പരസ്പരം ഉള്ളതായിരിക്കുന്ന ചെളിവാരി എറിയലോ ഡിബേറ്റുകളിലേക്കോ ഇപ്പൊ പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോ കാണാതായിരിക്കുന്ന 5 പേർ, അത് ഏറ്റവും വൈകാരികവും വിഷമകരവുമായിട്ടുള്ള ഒരു മുഹൂർത്തമാണ്. ഇപ്പൊ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാണ്. മുഖ്യമന്ത്രി വന്നതിന് ശേഷം അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ച് അത് പറയാം. ഇപ്പൊ അതിലേക്കൊന്നും പോകുന്നില്ല. ഇപ്പോ തുരങ്കപാതയുമായി ബന്ധപ്പെട്ട അനുവാദത്തിന്റെ കാര്യത്തിലോ അതിന്റെ തുടർ പ്രവർത്തനത്തിന്റെ കാര്യത്തിലോ അല്ല ഇപ്പോ അഭിപ്രായം പറയേണ്ടത്. ഇപ്പൊ പറയേണ്ടത് 5 പേർ അവരെ കണ്ടെത്താനുള്ള നടപടി. ഇങ്ങനെയല്ലല്ലോ സിദ്ദിഖേ നിങ്ങളുടെ കൂട്ടത്തിലുള്ള രാജ്മോഹൻ ഉണ്ണിത്താൻ അടക്കമുള്ള ഉണ്ണിത്താൻ സാറ് പറയുന്നത്. പിണറായി വിജയന്റെ ദുർഭരണം കാരണം ഉണ്ടായ അപകടമെന്നാണല്ലോ നിങ്ങളുടെ ഉണ്ണിത്താനെണ്ണം പറയുന്നത്. എന്ത് യോഗ്യതയാണ് ഇത് പറയാൻ ഉണ്ണിത്താനടക്കമുള്ള നിങ്ങളുടെ കൊങ്ങിക്കുട്ടന്മാർക്കുള്ളതെന്ന് ഞാൻ വീണ്ടും ചോദിക്കുകയാണ്. ഒരു കാര്യവും ചെയ്യാൻ കഴിവില്ലാത്ത, ജനങ്ങളെ വേണ്ട രീതിയിൽ നോക്കാൻ കഴിവില്ലാത്ത നീയൊക്കെ അധികാരത്തിൽ വന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളൊരു ചോദ്യം ഇവിടെ പ്രസക്തം തന്നെയാണ്. ഇത്രയും ദുരന്തം ഉണ്ടാകുമെന്ന് മുൻകൂട്ടി അറിഞ്ഞിരുന്നിട്ടും അവിടുത്തെ ആ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യാതെ മിണ്ടാതെ ഇരുന്നൊരു UDF അല്ലെങ്കിൽ ഒരു ഭരണപക്ഷം, നിങ്ങളുടെ ഭാഗത്തെ പൂർണ്ണമായിട്ടുള്ള വീഴ്ച തന്നെയാണ്. ഇനി പിണറായി വിജയന്റെ ദുർഭരണം കാരണം, അല്ലെ പിണറായി വിജയൻ തുരങ്കം ഉണ്ടാക്കിയത് കൊണ്ടാണ് ഇത് നടന്നതെന്ന് നിങ്ങൾ പറയുന്നു എങ്കിൽ ശരി, ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു. എന്തുകൊണ്ട് അധികാരത്തിൽ വന്ന നിങ്ങൾക്ക് ആ തുരങ്കപാത വേണ്ട എന്ന് വെക്കാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചില്ല? മറ്റുള്ള കാര്യങ്ങൾ വേണമെന്ന് വെക്കാനും എന്തൊക്കെ കാര്യങ്ങൾ വേണ്ടെന്ന് വെക്കാനും സാധിക്കുന്ന നിങ്ങൾക്ക്, നിമിഷ നേരങ്ങൾ കൊണ്ട് അല്ലെ ഞൊടിയിടയിൽ വേണമോ വേണ്ടയോ എന്ന് ചിന്തിക്കാൻ കഴിവുള്ള നിങ്ങൾക്ക് ഈ ഒരു വിഷയത്തിൽ തീരുമാനമെടുക്കാനായിട്ട് എന്തേ ഇത്ര സമയം വേണ്ടി വന്നു? ആളുകൾ മരിക്കണമായിരുന്നോ നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയം കളിക്കാൻ വേണ്ടിയിട്ട്? നിങ്ങളുടെ ചേരി തിരിഞ്ഞുള്ള ചെളി വാരി എറിയാൻ വേണ്ടിയിട്ട് ഇത്രയും ആളുകളുടെ ജീവൻ അവിടെ കുരുതി കൊടുക്കണമായിരുന്നോ? നിങ്ങൾ കാരണം അവിടെ ജനങ്ങളുടെ ജീവൻ പോയിരിക്കുന്നു. അല്ല പിണറായി വിജയൻ അവിടെ ഒന്ന് ഉണ്ടാക്കിയതുകൊണ്ടൊന്നും അല്ല. വെറുതെ ഇങ്ങനെ ന്യായീകരണ തൊഴിലാളികളെ മെഴുകാൻ നിൽക്കല്ലേ മക്കളെ. വാസ്തവം അറിഞ്ഞിട്ട് സംസാരിക്കടാ. തെളിവ് സഹിതം, ഞാൻ പറയുമ്പോൾ തെളിവ് സഹിതം നിൻ്റെയൊക്കെ കയ്യിലുണ്ടെങ്കിൽ അതിട്ടുണ്ടാക്കാൻ വന്നാൽ മതി. അല്ലാതെ കമന്റ് ബോക്സിൽ വന്ന് കിടന്ന് മെഴുകാൻ നോക്കരുതേ. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ മുഹമ്മദ് റിയാസ് കൊടുക്കുന്നൊരു മറുപടിയുണ്ട്. നമുക്കറിയാം ഈ ഒരു വിഷയത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം വി.ഡി. സതീശന്റെ ഒരു പത്രസമ്മേളനം കണ്ടിരുന്നു. അത് ഞാൻ ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാം. ആ ചിരി കണ്ടില്ലേ? മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്നത് മണ്ണ് മാറ്റാത്തതല്ലേ പ്രശ്നം? ഞങ്ങൾ മാറ്റണോ? ആ മാധ്യമപ്രവർത്തകർ പോയിട്ട് ആ മണ്ണ് മാറ്റണോ? നിങ്ങളല്ലേ അധികാരവർഗം, നിങ്ങളല്ലേ കേരളം ഭരിക്കുന്നത്. വി.ഡി. സതീശൻ പെട്ടെന്നൊരു നിമിഷത്തേക്ക് പ്രതിപക്ഷ നേതാവായി മാറിയെന്നാണ് എനിക്ക് തോന്നുന്നത്. താനാണ് മുഖ്യമന്ത്രി എന്ന് തനിക്ക് മനസ്സിലാവുന്നില്ല. പിണറായി വിജയനാണ് ഇപ്പോഴും മുഖ്യമന്ത്രി എന്ന് അദ്ദേഹം വിചാരിച്ചുകൊണ്ട് പത്രങ്ങൾക്ക് കൊടുത്തൊരു വാർത്താ സമ്മേളനമാണ് ഇതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയും ആളുകൾ, ആ മരണപ്പെട്ട ആളുകളുടെ കുടുംബം ഈ വാർത്ത കാണുന്നുണ്ട് മിസ്റ്റർ, അല്ലെ മിനിസ്റ്റർ. ആ വാർത്ത കാണുമ്പോഴും
നിങ്ങളുടെ ഈ ചിരി കാണുമ്പോൾ അവരെന്താ വിചാരിക്കുന്നത്? ആ ഒരു ദുഃഖം അല്ലെങ്കിൽ അത്രയും തീരാവേദന അവർ വീണ്ടും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ചിരിയും കൂടി കാണുമ്പോൾ എല്ലാം പൂർണ്ണമായി. എല്ലായിടത്തും അങ്ങനെ ചിരിക്കുന്നത് ശരിയല്ല. ചിരിയൊക്കെ നല്ലതാണ്. ചിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ തന്നെയാണ് കേരളത്തിലെ അടിമകളായിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടത്. പക്ഷെ ഇങ്ങനെ ഒരാളുടെ മരണത്തിലും ഈ ഒരു വലിയ ദുരന്തത്തിലും ചിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണോ കേരളത്തിലെ ജനങ്ങൾക്ക് ആവശ്യമെന്നുള്ളത് അവർ തന്നെ പറയണം. എന്തായാലും കമന്റ് ബോക്സിൽ നിങ്ങളൊന്ന് പറയും. അപ്പോൾ ഈ വിഷയങ്ങൾക്കെതിരെ നമ്മുടെ മുഹമ്മദ് റിയാസ് രംഗത്തേക്ക് വന്നിട്ടുണ്ട്. സർക്കാരിൻ്റെ പിടിപ്പുകേട് അല്ലെ സർക്കാരിൻ്റെ കഴിവുകേട് ഒന്നുകൊണ്ട് മാത്രമാണ് ഇത് സംഭവിച്ചതെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം രംഗത്തേക്ക് വന്നിരിക്കുന്നത്. ഒരു വീഡിയോ കാണിച്ചാൽ മണ്ണ് മാറ്റാൻ വേണ്ടി പറഞ്ഞ് ജൂൺ 25 വീണ്ടും പറഞ്ഞിട്ടും മാറ്റിയിട്ടില്ലെങ്കിൽ ഡിസാസ്റ്റർ ആക്ട് പ്രകാരം, മാനേജ്മെന്റ് ആക്ട് പ്രകാരം, DMA പ്രകാരം അതിന്റെ ഭാഗമായി നിലപാട് സ്വീകരിക്കാം, കർക്കശ നിലപാട് സ്വീകരിക്കാം. ഇനി കരാറുകാർ മാറ്റിയിട്ടില്ലെങ്കിൽ മറ്റ് ഏജൻസികൾ, മറ്റ് വകുപ്പുകളെ ഏൽപ്പിച്ച് മാറ്റിയതിനു ശേഷം കരാറുകാരിൽ നിന്നും ഈടാക്കാം, അല്ലെങ്കിൽ മാറ്റാത്തതിന് കർക്കശ നിലപാടെടുക്കാം. ഇതൊക്കെ ചെയ്തോ? ഇത് ചെയ്യിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനല്ലേ? ഒരു മീറ്റിംഗിൽ കരാറുകാർ മണ്ണ് മാറ്റാനുള്ള സ്ഥലമില്ല, അതുകൊണ്ട് സ്ഥലം അനുവദിച്ചു തരണം എന്ന് പറഞ്ഞിരുന്നു. സ്ഥലം അനുവദിക്കാൻ എന്ത് സ്റ്റെപ്പാണ് സർക്കാർ എടുത്തത്? സ്ഥലം അനുവദിച്ച് കിട്ടാനുള്ള നിലപാട് എന്തൊക്കെയാണ് സ്വീകരിച്ചത്? 2 ആഴ്ചയായിട്ടും സ്ഥലം അനുവദിച്ചു കൊടുത്തില്ലേ? ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഘട്ടത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പ്രസ്താവനകൾ ഇറക്കുമ്പോൾ പക്വമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് വരണം. ഒരു മന്ത്രി സംഭവം നടന്ന ഉടനെ തന്നെ പറഞ്ഞത് മാൻമെയ്ഡ് ഡിസാസ്റ്റർ എന്നാണ്, മനുഷ്യനിർമ്മിത ദുരന്തമെന്നാണ്. മറ്റൊരു മന്ത്രി പറഞ്ഞത് ഇത് എന്റെ വകുപ്പിനെ ബാധിക്കുന്ന പ്രശ്നമല്ല, എന്റെ വകുപ്പല്ല ഇതിന്റെ കാരണം, മറ്റു വകുപ്പാണെന്നാണ്. വേറൊരു മന്ത്രി പറഞ്ഞത് ഇത് പഴയ ഗവൺമെന്റ് ഉണ്ടാക്കി വെച്ച പ്രശ്നമാണെന്നാണ്. മുഖ്യമന്ത്രി പറഞ്ഞത് കരാറുകാരനാണ് ഇതിന്റെ എല്ലാം കുഴപ്പം എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ മുഖ്യമന്ത്രി തന്നെ ഒരു പരാതിക്കാരനാവുകയാണ്. കരാറുകാരനാണ് ആകെ കുഴപ്പം. മൺകൂനയുടെ ഭാഗമായ മണ്ണ് എടുത്തു മാറ്റാൻ കരാറുകാരനോട് പറഞ്ഞിട്ടും അത് ചെയ്തില്ല. ഇതാണ് മുഖ്യമന്ത്രിയുടെ പരാതി. ആ മണ്ണ് മാറ്റിയിട്ടില്ലെങ്കിൽ മാറ്റിക്കാനുള്ള ഉത്തരവാദിത്തം ആർക്കാണ്? മാറ്റിക്കാനുള്ള ഉത്തരവാദിത്തം സർക്കാരിനല്ലേ, മുഖ്യമന്ത്രിക്കല്ലേ? വിവിധ വകുപ്പുകൾ ഏകോപിപ്പിച്ച് അതിന് നേതൃത്വം കൊടുക്കേണ്ടത് മുഖ്യമന്ത്രിയല്ലേ? നിയമസഭയിൽ പ്രസംഗിക്കുന്നത് പോലെ, പത്രസമ്മേളനത്തിൽ വാചക കസർത്ത് നടത്തുന്ന പോലെ എളുപ്പമല്ല മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്ന് ഭരണചക്രം തിരിക്കാനെന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ മനസ്സിലാക്കണം. ഇവിടെ തീർച്ചയായിട്ടും കൃത്യമായിട്ടുള്ള മറുപടി തന്നെയാണ് മുഹമ്മദ് റിയാസ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് ഈ കരയിലിരുന്ന് കപ്പൽ ഓടിക്കുന്നത്ര എളുപ്പമല്ല മുഖ്യമന്ത്രി അല്ലെങ്കിൽ സതീശ ഈ കപ്പലിലിരുന്ന് കപ്പൽ ഓടിക്കുക എന്ന് പറയുന്നത്. കരയ്ക്കിരുന്ന് കൊണ്ട് ഓടിക്കാൻ എല്ലാവർക്കും പറ്റും, വെള്ളത്തിൽ ഇറങ്ങുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത് എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമ്മുടെ മുഹമ്മദ് റിയാസ് അവിടെ എടുത്തു പറയുന്നത്. അപ്പോൾ എന്ത് പറഞ്ഞാലും ഇനി എന്ത് പ്രശ്നമുണ്ടായാലും അതെല്ലാം പിണറായി വിജയൻ്റെ തലയിലേക്ക് വെച്ച് കൊടുക്കാമെന്നാണ് നിങ്ങളുടെ വിചാരമെങ്കിൽ, അല്ല അതാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ, ആ തീരുമാനത്തിനെ അതിശക്തമായിട്ട് തന്നെ ഞങ്ങൾ എതിർക്കും. കാരണം അതല്ലല്ലോ ശരി. നിങ്ങളല്ലേ അധികാരത്തിലിരിക്കുന്ന ആളുകൾ, നിങ്ങളല്ലേ അധികാരവർഗ്ഗങ്ങൾ. നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ അതെങ്ങനെയാണ് പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി വിജയൻ്റെ തലയിലേക്ക് കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നത്? കുറ്റം പറയാനായിട്ട് 100 നാവാണല്ലോ മക്കളെ. എന്തെങ്കിലുമൊക്കെ നല്ല പ്രവൃത്തികൾ ചെയ്യാനായിട്ട് പാടാണല്ലേ. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ വായ്ത്താളം വിട്ടതുപോലെ അത്ര എളുപ്പമല്ല ഭരണപക്ഷം എന്നുള്ളൊരു കാര്യം മനസ്സിലായതുകൊണ്ടായിരിക്കും ഇന്നിപ്പോൾ ഈ രീതിയിൽ ഇവർ കാര്യങ്ങൾ പറയുന്നത്. ഒരാൾ പറഞ്ഞത് എൻ്റെ വകുപ്പല്ല, എൻ്റെ ഒരു നിയന്ത്രണത്തിൽ വരുന്ന കാര്യമല്ല. മറ്റൊരാൾ പറഞ്ഞത് ഇത് മനുഷ്യനിർമ്മിത ദുരന്തമാണെന്നാണ്. നിങ്ങൾ ആരുടെ മേലേക്കാണ് ഈ കുറ്റം അടിച്ചേൽപ്പിക്കാൻ നോക്കുന്നത്? നിങ്ങളുടെ കഴിവുകേട് ഒന്നുകൊണ്ട് മാത്രം അത്രയും വലിയൊരു ദുരന്തം അവിടെ ഉണ്ടായതിന് അതിനെ മറച്ചു വെക്കാനും അതിന് കുട പിടിച്ചുകൊണ്ടൊരു മറ സൃഷ്ടിക്കാനും വേണ്ടിയിട്ടാണോ നിങ്ങൾ ഈ കഥ ഇറക്കുന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണല്ലേ? അതിൽ ഒരു സംശയം വേണ്ട. ഇവരുടെ കഴിവുകേട് ഒന്നുകൊണ്ട് തന്നെയാണ് ഇന്ന് ആ ജനങ്ങൾ വീണ്ടും കണ്ണുനീരിൻ്റെ ആ ഒരു കയ്പ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വികസനമാറ്റം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്ത കാര്യങ്ങളിൽ ഇന്ന് നല്ല രീതിയിൽ വികസനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഒരാളും ഒന്നും ചെയ്യാതെ തന്നെ ഓട്ടോമാറ്റിക്കലി എല്ലാം താഴേക്ക് ഇറങ്ങി വരികയാണ്. ഇതിനെയും കുറ്റം പറഞ്ഞുകൊണ്ട് പരസ്പരം ചെളിവാരി എറിഞ്ഞുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരും രാഷ്ട്രീയവും വൃത്തികെട്ട രാഷ്ട്രീയം.